വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് തേർഡ് അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ ഇനി വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സാധ്യത ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ വേണ്ടി നിങ്ങൾ നേരത്തെ അപേക്ഷ കൊടുത്ത നേരത്തെ പരിശോധിച്ച അതേ രീതിയിൽ HSCAPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്കൂടെ ഏറ്റവും മുകളിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമും അതേപോലെ പാസ്വേഡും അതേപോലെ ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ തേർഡ് അലോട്ട്മെൻറ്റ് അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എവിടെയും അഡ്മിഷൻ കിട്ടാത്തവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അതായത് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മുഖ്യ അലോട്ട്മെൻറ്റിൽ ഏറ്റവും അവസാനത്തെ അലോട്ട്മെൻറ്റാണ് തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളും ജൂൺ 16, 17 അതായത് വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വൈകിട്ട് 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സൈൻ നിങ്ങൾ പോയിട്ട് നിങ്ങളും രക്ഷിതാവും അതായത് വിദ്യാർത്ഥിയും രക്ഷിതാവും പോയിട്ട് അഡ്മിഷൻ എടുക്കുകയും അതേപോലെ തന്നെ അഡ്മിഷൻ ഫീ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് തുക മാത്രം നിങ്ങൾ സ്കൂളിൽ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഡേറ്റ് 16, 17 തീയതിയാണ്. ഇനി അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് വേറെ ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് ലഭിക്കുകയാണെങ്കിൽ അതായത് 1, 2, 3, 4, 5 അഞ്ചാമത്തെ ഓപ്ഷനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ മൂന്നാമത് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങൾ നേരത്തെ ചേർന്ന സ്കൂളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ മൂന്നാമത് കിട്ടിയ ഇപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇനി എന്നാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു മാറ്റവുമില്ല, സെയിം സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചതെങ്കിൽ ആ വിദ്യാർത്ഥി ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നേരിട്ട് ഇപ്പോൾ കിട്ടിയ ആ സെയിം സ്കൂളിൽ തന്നെ പോയിട്ട് നിങ്ങൾ ഫീസ് അടക്കമുള്ള എല്ലാം അടച്ച് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താൽ മാത്രം മതി, വേറെ വിഷയങ്ങളൊന്നും അവർക്കില്ല. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ആ സ്കൂളിൽ നിന്ന് ലെറ്റർ കിട്ടും. നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അതുപോലെ നിങ്ങളെ മാർക്ക് ലിസ്റ്റ് കൂടാതെ ഏതെങ്കിലും ബോണസ് മാർക്കുകൾ കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി നിങ്ങൾ ഒറിജിനൽ നിങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ പ്രിൻസിപ്പൽസായി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ടുള്ള അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഇല്ല. ചില വിദ്യാർത്ഥികൾ ഇനിയും അലോട്ട്മെൻറ്റ് ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 4ാമത് അലോട്ട്മെൻറ്റ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഓപ്ഷൻ ടെമ്പററി അഡ്മിഷൻ ഇല്ല. ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ കിട്ടിയ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്ത സ്കൂളാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെയും പോയിട്ട് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഇക്കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ മെറിറ്റ് കോട്ട കൂടാതെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡ് കോട്ട അതേപോലെ സ്പോർട്സ് കോട്ട ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഏത് കോട്ടയിലാണെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി മാനേജ്മെൻറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് ഒരു സ്കൂൾ നിങ്ങൾ സയൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ വിദ്യാർത്ഥിക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ മറ്റുള്ള ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ 100% കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ള കോട്ടകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കാരണം ഒരു കോട്ടയിൽ അഡ്മിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മറ്റുള്ള മെറിറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീറ്റിൽ നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുകയില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ കൊടുത്തിട്ട് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത സ്കൂളിൽ അല്ലെങ്കിൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവരുണ്ട്. എന്തായാലും ഈ തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. കാരണം താല്പര്യമില്ല എങ്കിലും നിങ്ങളുടെ അവസാനത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കുക. ശേഷം നിങ്ങൾക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട അഡ്മിഷൻ സാധ്യതയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജൂൺ 17 തീയതി എല്ലാ തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കും. അപ്പോൾ അതിനുശേഷം ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാത്തൊരു സാഹചര്യം വരും. കാരണം മറ്റു പല കോഴ്സുകൾക്കും വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഒരുപക്ഷെ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ വരുമ്പോൾ ഒരുപാട് സീറ്റുകൾ ഇനിയും വേക്കൻസി വരും. അങ്ങനെയാണെങ്കിൽ 4ാമത് അലോട്ട്മെൻറ്റ് അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1ാം ഘട്ടം എന്ന് വിളിക്കും. ഈ പറയുന്ന സപ്ലിമെൻ്ററി 1ാം അലോട്ട്മെൻറ്റിൽ
കൃത്യമായിട്ട് HSCAPൻ്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ പുതുതായിട്ട് എത്ര സീറ്റുകളാണ് വേക്കൻസി ഉള്ളത്, ഓരോ സ്കൂളിലെയും വേക്കൻസികളും അതോടൊപ്പം തന്നെ ഓരോ സ്കൂളിലെയും സബ്ജക്റ്റ് വൈസ് വേക്കൻസി ലിസ്റ്റ് നിങ്ങൾക്കിവിടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ച സ്കൂളിൽ നിങ്ങൾ ഉദാഹരണത്തിന് സയൻസ് ആണെങ്കിൽ ആ സയൻസ് എത്ര സീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും തൊട്ടടുത്തൊരു സ്കൂളുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സയൻസ് സീറ്റുകൾ ഏതൊക്കെയാണ് സ്കൂൾ, ആ രീതിയിൽ നിങ്ങൾ അവിടെയുള്ള വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ടാണ് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് എല്ലാ വിദ്യാർത്ഥികളും പുതുതായിട്ട് തന്നെ അപേക്ഷ കൊടുക്കണം. അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അതായത് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓൾറെഡി അപേക്ഷ കൊടുത്തിട്ടുള്ളൂ, ഇതേ രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിഗണിക്കുമെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും 17-ാം തീയതി ഈ പറയുന്ന അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ 18-19 തീയതിയിൽ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചാനൽ ത്രൂ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥി നിങ്ങൾ ജസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്കൂളിലെയും ഇപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്ത ഓരോ സ്കൂളിലെയും ലാസ്റ്റ് കിട്ടിയ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാർക്കും അതേപോലെ ഏകദേശം ഒരു സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സാധ്യതയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റാങ്കും അതേപോലെ ഇപ്പോൾ കയറിയിട്ടുള്ള റാങ്കും തമ്മിലുള്ള ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് ആ സ്കൂളിൽ ബന്ധപ്പെട്ട സ്കൂളിൽ വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ റാങ്ക് ലിസ്റ്റൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതിലൊരു കാരണവശാലും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ജസ്റ്റ് ഹയർ ഓപ്ഷൻസ് 1-2 വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെയാണെങ്കിൽ അവർക്കൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വീണ്ടും അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് മാറുവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ കൃത്യമായിട്ട് പോയിട്ട് നാളെയും മറ്റന്നാൾ അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായ സമയത്തുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റും സഹിതം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ മറ്റന്നാൾ അതായത് ബുധനാഴ്ചയാണ് സ്കൂൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല ആ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾ പോവുക. അതേപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു അതായത് SLCക്ക് ശേഷമുള്ള പുതിയൊരു പഠന മേഖലയാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നിങ്ങളുടെ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ പോവുകയും നല്ല രീതിയിൽ നിങ്ങളുടെ സബ്ജക്റ്റ് പഠിച്ച് നല്ല രീതിയിൽ നിങ്ങൾ വിജയം നേടി നല്ലൊരു മേഖലയിലോട്ട് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അടശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.